നമ്മുടെ നാട്ടിൽ ദേവീക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസമാണ് ഇന്ന് കേട്ടോ. ഭയങ്കര ആർഭാടപരമായിട്ട് നടക്കുന്ന ഒരു ഉത്സവമൊന്നുമല്ല, വളരെ ചെറിയൊരു ഉത്സവമാണ്. ഒരു കുഞ്ഞു ക്ഷേത്രമാണ് ഞങ്ങളുടെ നാട്ടിൽ. ഞങ്ങളുടെ കുറച്ച് ആൾക്കാരൊക്കെ മാത്രം പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ്. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ടക്കറിയുമാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ഇനിയിപ്പം ഉച്ചക്കലത്തേക്കുള്ള ഒരു നോൺ വെജ് സദ്യ ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ്. എവിടെ പോന്ന്? ഹലോ ഹലോ മുട്ടക്കുഞ്ഞേ, മുട്ടക്കുഞ്ഞേ. ആഹാ പൊന്നാടിയേ. വറക്കാനുള്ള മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. കപ്പ ദാണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള പരിപ്പ് കറിക്കുള്ള ചെറുപയർ പരിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള പയറെടുത്ത് വെച്ചിരിക്കുകയാണ്. വറുക്കാൻ വേണ്ടിയിട്ടുള്ള മീനൊക്കെ ദാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ വാവയെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിരുത്തിരിക്കുകയാണ്. ആളുടെ കലാപരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ചിക്കൻ വേവിച്ച ആ ഒരു സെയിം പാത്രത്തിൽ തന്നെയാണ് ബീഫും ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനതൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ് തേങ്ങാക്കൊത്തും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് വേപ്പിലയും സവാളയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് മൂത്ത് വന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് പിന്നീടാണ് ബീഫ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നല്ല ഫ്രൈ ആക്കി എടുക്കുന്നത്. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്. എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല. ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. കാരണം എത്ര കുടിച്ചിട്ടും മതിയാവുന്നില്ല. ഭയങ്കര ദാഹമാണ്. കണ്ടില്ലേ, എന്താ വെയിൽ, പൊരിയുന്ന വെയിലാണ്. ബീഫിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തെങ്കിലും അമ്മയാണ് പൊടികളൊക്കെ എടുത്തു തരുന്നത്. എല്ലാ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അമ്മ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അസിസ്റ്റൻ്റ് മാത്രമാണ്. കറി വെക്കാനുള്ള തേങ്ങ തിരുമുന്നതാണ് ഈ കാണുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ചൂരമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വറുക്കാനായിട്ട് എടുത്തു. ഇനി കറി വെക്കാനായിട്ട് നമ്മൾ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന അയിലമീനാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ കറികളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പം വീടൊക്കെ ഒന്ന് തൂത്ത് വാരിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഉച്ചയ്ക്ക് നമുക്ക് ചോറ് വിളമ്പാനുള്ള ഇലയൊക്കെ ഒന്ന് വെട്ടിയെടുക്കാൻ വേണ്ടി. വാ, ഇല വെട്ടാൻ പോ നമുക്ക്. വാ,
പറിക്കണം കേട്ടോ. ചാമ്പയ്ക്കൊന്നും ഇപ്പൊ ഇല്ല. ഉണ്ടെന്ന് ഒന്നൊരെണ്ണം വേണ്ട. എന്റെ കൈ പറിച്ചു തന്നാ മതി. എന്റെ കൈ പക്ഷെ ഇത് കുറച്ചുകൂടെ പഴുക്കണോടാ. പഴുക്കാനുണ്ട്. ഇലയൊക്കെ വെട്ടി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ചോറും വിളമ്പാൻ തുടങ്ങി, കറികളും വിളമ്പാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു കുഞ്ഞ് ക്ഷേത്രമാണ്, വളരെ ചെറുതാണ്, ചെറിയ രീതിയിലുള്ള ഉത്സവം മാത്രമാണ്. പക്ഷെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. കുഞ്ഞുനാൾ മുതൽ നമ്മൾ കണ്ടു വളർന്ന ഒരു ഉത്സവമാണ്. പണ്ടൊക്കെ ഉത്സവം നടക്കുമ്പോൾ വീട്ടിൽ ഒരുപാട് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അധികം ആരും ഇല്ല. നമ്മൾ വീട്ടുകാരും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്നാലായി, അത്രയേ ഉള്ളൂ. ഊണൊക്കെ കഴിഞ്ഞു, ഒരുപാട് നേരം കഴിഞ്ഞു. വൈകുന്നേരം സന്ധ്യ ആവാറായപ്പോഴാണ് ഞാനും കുഞ്ഞും കൂടി അമ്പലത്തിലേക്ക് പോകുന്നത്. വീട്ടിൽ എല്ലാവരും അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. മോൾക്ക് നല്ല പനിയുണ്ടായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്നാണ് ഞാൻ എഴുന്നേറ്റ് മേലൊക്കെ കഴുകിയിട്ട് കൊണ്ടുപോകുന്നത്.